ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആംസ് ചില്ലാക്സ്. വരും നമുക്ക് അടിപൊളി മൂൺ ലാമ്പ് ഉണ്ടാക്കാമല്ലോ. ആദ്യം തന്നെ വാട്ടർ എടുക്കുക, അതിലേക്ക് ഗം മിക്സ് ചെയ്യുക. ഗം മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഗം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ബലൂൺ എടുക്കുക, അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഗം പുരട്ടി കൊടുക്കണം. ഇത് നന്നായി പുരട്ടിയ ശേഷമാണ് നമ്മൾ അടുത്തതായി ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിൻ്റെ ശേഷം അതിന് മുകളിലായിട്ട് പിന്നെയും ഗം മിക്സ് ചെയ്തത് ഇവിടെ പുരട്ടി കൊടുക്കണം. ഈ പ്രോസസ്സ് നമുക്ക് എത്രയാണോ തിക്നെസ് ആവശ്യം അത്ര ടൈം വരെ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് 99% ഞാൻ ഫെയിൽ ആവുന്നതാണ്. കാരണം മൂൺ ലാമ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് മൂൺ ലാമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അധികം സക്സസ് ആവാറില്ല. പക്ഷേ എൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ മൂൺ ലാമ്പിൻ്റെ ഏകദേശ പരിപാടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ലൈക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തേക്ക്. വീഡിയോയുടെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും എല്ലാവരോടും വിട്ടു. അപ്പോൾ ഇപ്പോൾ തന്നെ അതൊന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ മൂൺ ലാമ്പ് ഇവിടെ ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട്. ഡ്രൈ ആക്കാൻ എത്ര ദിവസം വെക്കുന്നോ അത്രയും നല്ലതാണ്. ഞാൻ ഇവിടെ 2 ദിവസമാണ് ഡ്രൈ ആക്കാൻ വെച്ചത്. ഇനി നമുക്ക് മൂൺ ലാമ്പ് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു പ്രത്യേക തരം സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അതെവിടെയും കാണില്ല, കാരണം ഞാൻ എൻ്റെ കലാവിരുദ്ധത്തിൽ ഉണ്ടാക്കിയ സ്റ്റാൻഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിന് നടുക്കുന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം അളവിൽ സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഞാനിവിടെ കൈയിനെ കൊണ്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 3 സ്റ്റാൻഡ് ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ടേബിൾ എടുത്ത് തല തിരിച്ച് വെച്ചതുപോലെയാണ്. എന്തെങ്കിലും ആവട്ടെ, ഒരു സ്റ്റാൻഡ് റെഡി ആയല്ലോ. അതിനുശേഷം ഈ മൂൺ ലാമ്പ് ഇതിൽ നിൽക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാം സെറ്റാണ്, ഇതിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ സ്റ്റാൻഡിനൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. കളർ ചെയ്യുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു ഭംഗിക്ക് മൂൺ ലാമ്പിന് മേലെ സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു ഭംഗിക്ക് ഞാൻ അതുകൂടി ഒട്ടിച്ചു കൊടുത്ത സമയത്ത് എൻ്റെ മൂൺ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്, എൻ്റെ മൂൺ ലാമ്പ് അടിപൊളിയായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഓൾ.